ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ ചോളം റവ വെച്ചിട്ട് ഒരു ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തെന്ന് നോക്കാം. അപ്പോൾ ചെറുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചെറിയൊരു കഷ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഒരു ചെറിയ പീസ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില വേണം. ആവശ്യമെന്ന് തോന്നുന്നവർക്ക് കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ റോസ്റ്റഡ് റവയാണത്, ചോളത്തിൻ്റെ റോസ്റ്റഡ് ആയിട്ടുള്ള റവയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ റോസ്റ്റ് ചെയ്തെടുക്കുന്നില്ല. ആ ഒരു കപ്പിന് 2 കപ്പാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ അതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്തതിന് ശേഷം ഇഞ്ചിയും ചെറുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റിന് വേവുണ്ട്, അപ്പോൾ നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് വെള്ളത്തിൽ കിടന്ന് വെന്തോളും, ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട്. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പാകത്തിന് ഇട്ട് കൊടുക്കണം. കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ റവ ചേർത്ത് കൊടുക്കുകയാണ്. ചോളത്തിൻ്റെ റവ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ, 2 കപ്പ്. അപ്പോൾ ചോളത്തിൻ്റെ റവയ്ക്ക് വേവ് ഇത്തിരി നന്നായിട്ട് വേവാനുണ്ട്. നമ്മളെ സാധാ റവ പോലെയല്ല, നല്ലപോലെ വേവാനുണ്ട് ഇത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കേട്ടോ. കാര്യം എനിക്കിത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് എനിക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഏകദേശമൊക്കെ റെഡിയായി വരുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ തട്ടിപ്പൊത്തി വെച്ച് വേവിച്ചെടുക്കണം. മറ്റ് സാധാ റവ പോലെയല്ല, ഇതിന് ഇത്തിരി കൂടെ നല്ല വേവുണ്ട്. വേവാൻ ഇത്തിരി സമയം എടുക്കുന്നൊരു റവയാണിത്. അപ്പോൾ നമ്മുടെ റവ ഉപ്പുമാവ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.